എന്തൊക്കെയാണ് വിശേഷം? ചെറിയൊരു പരിപാടി കറ്റേറുന്നുള്ളൊരു പ്ലാൻ. ഭക്ഷണവും ഫുഡും ഞാൻ നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കുന്നത് ഞാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പെഷ്യലൈസ് ആയിട്ടുള്ളത് ചിക്കൻ തോരനാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ അങ്ങനെ ചിക്കൻ തോരൻ കിട്ടാനില്ല. ട്രിവാൻഡ്രം സ്പെഷ്യലാണ്. ഞാൻ കാസർഗോഡ് നിന്ന് ആളാണ്. എനിക്ക് ട്രിവാൻഡ്രത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എല്ലാ ഫ്രണ്ട്സും ഞങ്ങൾ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ ഫുഡ് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ട്രിവാൻഡ്രം ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ സിറ്റിംഗ് ഇല്ല, ടേക്ക് അവേ ആണ്. അപ്പം അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ തന്നെ ആൾക്കാരാണ് ഷെഫൊക്കെ ആയിട്ടുള്ളത്. ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും കഴിക്കണം കേട്ടോ. ഇനി നീ പറ എൻ്റെ കടനെ കുറിച്ച്. നമ്മൾ എല്ലായിടത്തും പോയി കഴിക്കുന്ന ഒരാളാണ്. അപ്പം അവരൊരു പുതിയ സംരംഭം തുടങ്ങിയതിൽ ആദ്യമേ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ തോരൻ, ചിക്കൻ പെരട്ട്, നാടൻ വിഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കിടലുമായിരിക്കും. അപ്പം കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. എല്ലാവരും വന്ന് കഴിക്കണം. കാരണം തിരുവനന്തപുരത്തിൻ്റെ തനതായ രുചിയിൽ പല വിഭവങ്ങളും ഇവിടെ കിട്ടും. അപ്പം കഴിച്ചിട്ട് പറയാം. കറക്റ്റ് ചെമ്പകശ്ശേരി ജംഗ്ഷൻ, അതായത് പടിഞ്ഞാറേക്കോട്ട. അതെ അതെ, അവിടെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അപ്പം എല്ലാവർക്കും ഏകദേശം ടൗണിൽ വരുന്ന, ട്രിവാൻഡ്രത്ത് വരുന്ന എല്ലാവർക്കും, ഇതൊക്കെ എൻ്റെ ഭർത്താവായിരുന്നു പറയേണ്ടത്. നിങ്ങളെ കണ്ടുകൊണ്ട് ഓടിയതാണ് ഇവിടെ. എന്താ പുതിയ വിശേഷം? ഇതാണ് വലിയ വിശേഷം. ഇങ്ങോട്ടാ അപ്പം പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കച്ചേർന്നും പറഞ്ഞ്. അത് ഫിസിക്കൽ സ്റ്റോറുള്ളത് കാസർഗോഡാണ്. പക്ഷേ ഓൾ ഓവർ കേരള ഇങ്ങനെ ഓൺലൈനായിട്ടും എല്ലാം 12-ാം തീയതി, ജനുവരി 12-ാം തീയതി, നിങ്ങളാരും അറിഞ്ഞില്ലെന്ന് എനിക്കറിയാം, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ വലിയ ബാധ്യതയാണ്. വലിയ ബാധ്യതയല്ല, ഉത്തരവാദിത്തമാണെന്ന് അറിയാം. ഭക്ഷണവും ഫുഡും അല്ലേ, ശരിയാവുമായിരിക്കും അല്ലേ? അടിപൊളിയാവുമായിരിക്കും. എൻ്റെ ഹസ്ബൻഡിന് അസാധ്യ ഫുഡ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം വയ്ക്കും. അത് നിങ്ങളാണ് പറയണ്ടേ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ പോയിട്ട് പറയുന്നത്. അപ്പോൾ ആ പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. എന്നെ ഇങ്ങനെ മുന്നിൽ നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പായസം കുടിച്ചിട്ട് പോകണം കേട്ടോ. പോരേ? ഞാൻ അമൃതയിലുണ്ട്. കോമഡി ഒന്ന് സ്പ്ലിറ്റ് ആയിപ്പോയി. ഞാൻ നോബി ചേട്ടൻ, കുട്ടി അഖിലേട്ടൻ, ഡയാന, ഞങ്ങളൊക്കെ അമൃതയിലുണ്ട്. കോമഡി മാസ്റ്റേഴ്സിൽ ആണ്. എന്താണ് ചാനൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഫ്ലവേഴ്സിലുള്ളപ്പം വേറെ ചാനലിൽ പോയിട്ടില്ല. പിന്നെ സിനിമ ഫോക്കസ് ചെയ്ത് തുടങ്ങണം കേട്ടോ വീണ്ടും. അതുകൊണ്ട് പക്ഷെ മിനി സ്ക്രീനാണ് ഇന്നും. ഇങ്ങനെയൊക്കെ നമ്മൾ പുതിയ സിനിമ വരാനുണ്ട്. ഞാൻ വന്നിട്ട് പറയാം, അതാ നല്ലത്. നമ്മൾ കണ്ടിട്ടും കുറേ ആയല്ലേ എല്ലാവരെയും. നീ പറയടാ, എൻ്റെ ഷോപ്പിൽ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞാൽ പോരെ. ഇത് കേരളത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും പറയണം, മോസിൻ ഫുഡ് ബ്ലോഗറാണ്. ക്രംസ് ഓൺ മൈ ബിയർഡ്. ഇത് എന്താണ്, ഇപ്പോൾ ജിമ്മിന് പോകണമെന്നേ ഉള്ളൂ. പക്ഷേ നല്ല തീറ്റ. നമ്മളെല്ലായിടത്തും ട്രാവൽ ചെയ്ത് കഴിക്കുന്ന എൻ്റെ ഒരു ട്രാവൽ ഫ്രണ്ട്സാണ് രാഹുലും ശ്രീവിദ്യയും. നമ്മളിങ്ങനെ ഓടി നടന്ന് കഴിക്കും. അങ്ങനെ അവർ കഴിച്ച് സ്വന്തമായിട്ടൊരു കട തുടങ്ങി. ഇനി ഇവിടെ നിന്ന് കഴിക്കാം. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ ആ ചിക്കൻ ഫ്രൈയുടെയും ചിക്കൻ കറിയുടെയൊക്കെ മണം അടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് കഴിച്ചിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. ഞാൻ കുക്ക് ചെയ്യും നന്നായിട്ട്, പക്ഷെ ആരും കഴിക്കാറില്ല. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ അടിപൊളിയാ. ആൾക്കൂട്ടത്തിൽ
രാഹുലേട്ടന് ബിരിയാണി പുള്ളി ഉണ്ടാക്കും, നന്നായിട്ട് ഉണ്ടാക്കും, വളരെ നന്നായിട്ട് ഉണ്ടാക്കും. അതിൻ്റെ ഇടയിൽ എൻ്റെ കുക്കിംഗ് ഒന്ന് മങ്ങിപ്പോകുന്നു. ഓ എൻ്റെതോ ഓംപ്ലേറ്റ്. പിന്നെന്താ, ഞാൻ നാട്ടിലെ ചിക്കനൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഞാൻ കഴിക്കും. നിങ്ങളൊക്കെ ഒരു ദിവസം ഞാൻ തോന്നിയിട്ടുണ്ട്, ഇടയ്ക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ അമ്മയുണ്ട്, അവിടെ 2 അമ്മമാരും ഉണ്ട്, അതുകൊണ്ട് സമയം കിട്ടിയിട്ടില്ല. പിന്നെ അമ്മമാരുണ്ടാകുമ്പോൾ ഭയങ്കര ഉഴപ്പുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊരു ഭർത്താവും ഉണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളും കൊണ്ട് അങ്ങ് ഉഴപ്പിപ്പോയി. ഒരു ബന്ധമില്ല, ഫുഡ് ഒരു ബന്ധമില്ലാത്ത ഭക്ഷണമാണ് രണ്ടും. പക്ഷെ ട്രിവാൻഡ്രത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. ഇത് എൻ്റെ സ്വന്തം ഫുഡ് ട്രിവാൻഡ്രത്ത്. നിങ്ങളെല്ലാവരും ട്രിവാൻഡ്രംകാരാണോ? എന്തേലും പറഞ്ഞാൽ അടി കിട്ടുമല്ലോ. നല്ല ഭക്ഷണമാണ്, നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം അല്ലേ? നമുക്കും അങ്ങനെയാണ്, ക്വാളിറ്റിയിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. സമയം കിട്ടുന്നില്ല, അതാണ് സമയം കിട്ടുന്നില്ല, അതാണ് സമയമൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ പണിയില്ല. അതിലൊന്ന് അതെ, അമ്മായിയമ്മ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, കോഴ്സൊന്നുമില്ല. പോയിട്ട് വരും, വീടെടുത്തായിട്ടാണ്, തൊട്ടടുത്ത വീട്. ആ എവിടെ നേരെ അങ്ങോട്ട്